വടകരയിലേക്ക് പോയാൽ വടകര കരകാമ്പലത്ത് പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ വൻ തീപിടുത്തം. രാവിലെ 6:30യോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൊയിലാണ്ടിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നുമുള്ള ഫയർ എഞ്ചിനുകൾ സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്താണ് സംഭവം? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ആർക്കെങ്കിലും പരിക്കുണ്ടെന്ന് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ ലഭിക്കുന്നത്? പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നുൾപ്പെടെയുള്ള അഗ്നിരക്ഷാസേന എത്തിയതിനു ശേഷം 1.5 മണിക്കൂറോളം എടുത്തിട്ടാണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. കരിമ്പനപ്പാലത്ത് ദേശീയപാതക്കരികിൽ പ്രവർത്തിക്കുന്ന B2 ഹോംസ് എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. 3 നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലായിരുന്നു അഗ്നിബാധ. പ്ലൈവുഡും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന താഴത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള നാശനഷ്ടത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. രാവിലെ 7 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വടകര കൊയിലാണ്ടി അഗ്നിരക്ഷാ സേനയിൽ നിന്ന് ആളുകൾ എത്തുകയും തീ അണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ഈ പുറത്തേക്ക് തീ വ്യാപകമായി പടർന്നതിനെ തുടർന്ന് എവിടെ നിന്നായിരുന്നു ഈ തീ അങ്ങനെയാണ് പിടിച്ചത് എന്ന് മനസ്സിലാക്കാത്തത് അഗ്നിരക്ഷാ സേനാ അംഗങ്ങളെ കുഴക്കിയെന്നും പിന്നീട് വളരെ പ്രയാസപ്പെട്ട് അതിനകത്ത് കടന്നതിന് ശേഷമാണ് തീയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിയത് അണയ്ക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന് പുറത്തു നിർത്തിയിട്ടിരുന്ന ഒരു സ്കൂട്ടറും കത്തി നശിച്ചിട്ടുണ്ട്. ഉമേഷ്.